ഹായ് നമസ്കാരം, എല്ലാവർക്കും അനൂസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു മീൻ കറിയും മീൻ ഫ്രൈയുമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നാളികേരമോ നാളികേര പാലോ ചേർക്കാതെ വളരെ രുചികരമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു മീൻ കറിയും ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാണ്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഒരു മീൻ ഫ്രൈയുമാണ് നമ്മളിന്ന് ചെയ്യുന്നത് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പീസാണ് രണ്ടും. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കൂടി തരാനായിട്ട് മറക്കരുതേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ നമ്മുടെ മീൻ കറിയും മീൻ വറുത്തതും തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അയല മീനാണ്. ഒരു 6 അത്യാവശ്യം വലുപ്പമുള്ള 6 മീൻ എടുത്തിട്ടുണ്ട്. ഇതിൽ 2 എണ്ണം നമുക്ക് ഫ്രൈ ചെയ്യാം, ബാക്കി 4 എണ്ണം കറി വയ്ക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കറി തയ്യാറാക്കാം. ഞാനിവിടെ ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മീൻ കറിയൊക്കെ എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റേത് ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ. ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ അത്രത്തോളം വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഒഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമ്മളിതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് കറി വേവിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. ഉലുവ നന്നായിട്ടൊന്ന് മൂത്ത് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് മീൻ കറിയിൽ കടുക് ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് കടുക് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് മൂത്ത് വരണം. തീ ഒന്ന് കുറച്ചിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഉലുവ കരിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഏകദേശം 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. കൂടെ ഒരു തണ്ട് കറിവേപ്പിനെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അയല മീനായതുകൊണ്ടാണ് ഞാൻ ഇതിൽ വെളുത്തുള്ളി ചേർക്കാതിരുന്നത്. മറ്റ് മീനൊക്കെ ആണെങ്കിൽ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ച് ചേർക്കാം കേട്ടോ. നമ്മുടെ ഈ ഇഞ്ചിയുടെ റോസ്മെൽ മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു 15-20 സെക്കൻഡ് സമയമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇഞ്ചിയൊക്കെ ആ റോസ്മെല്ലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. സവോളയുടെ കളറൊന്നും മാറിപ്പോവണ്ട, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ സവോള ഒന്ന് സോഫ്റ്റായിട്ട് വരണം, നന്നായിട്ട് തന്നെ വെന്ത് വരണം. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വന്നാൽ മതി. ഈ സമയത്ത് നമ്മൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല, ഉപ്പ് പിന്നീട് ചേർത്ത് കൊടുക്കാം. തീ ഇച്ചിരി കൂട്ടിയിട്ടാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എണ്ണ തീരെ കുറവ് ചേർത്തിട്ടുള്ളവരാണെങ്കിൽ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇത് സോട്ട് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, ചെറുതായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചേക്കണേ. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പം കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ അത്യാവശ്യം എരിവും ഉണ്ടാവും, കാണാൻ നല്ലൊരു കളറും കൂടി ഉണ്ടാവും. നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്താൽ മതി. അത്യാവശ്യം എരിവുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അതിൻ്റെ അളവൊന്ന് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യണേ. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. തീ നന്നായിട്ട് കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി പൊടികളുടെ റോസ്മെല്ല് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തീ നമ്മൾ എണ്ണ കുറവ് ഉപയോഗിച്ചിട്ടുള്ളവർ ഈ സമയത്ത് തീരെ അങ്ങ് ഡ്രൈ ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒന്ന് തളിച്ചു കൊടുത്താലും മതി കേട്ടോ. പൊടികളുടെ റോസ്മെല്ലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 1/4 മുതൽ 1/2 കപ്പ് അളവിൽ ചൂടുവെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ തീരെ അങ്ങ് ഡ്രൈ ആയിട്ട് പോവാതെ ഒന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. ആ മസാലയൊക്കെ ഒന്ന് പെരണ്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്താൽ മതി. വെള്ളം നമ്മൾ എപ്പോഴും ചേർത്താലും ചൂടുവെള്ളം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു മസാല പേസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്ക് വാളംപുളിയും കൊടംപുളിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു 2 പീസ് കൊടംപുളി നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ ഉള്ളിയുടെ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കൊടംപുളി മാത്രം ചേർക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഏകദേശം ഒരു 3-4 പീസ് പുളി നന്നായിട്ട് കഴുകി സോക്ക് ചെയ്തിട്ട് അതൊന്ന് ഇട്ടാൽ മതി. അതല്ല നിങ്ങൾക്ക് കൊടംപുളി ഇടണ്ട, വാളംപുളി മാത്രം മതിയെങ്കിൽ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞൊഴിച്ചാലും മതി കേട്ടോ. ഇപ്പം ഞാൻ 2ഉം പകുതി അളവിലാണ് ചേർത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ പുളി ഏതാണോ ഇടുന്നത് അതിന് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് മൊത്തം ഇരുന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്.
വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇട്ട് കൊടുക്കുന്ന മീൻ ജസ്റ്റ് ഒന്ന് മുങ്ങി കിടക്കുന്ന ഒരു പരുവത്തിൽ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൽ ഉപ്പ് ചേർക്കണം. നമ്മളിതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഞാനൊരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നോക്കി ചേർക്കുക. പിന്നീട് അവസാനം ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം, കൂടി പോകരുത് കേട്ടോ. ഞാനൊരു 3/4 ടേബിൾ സ്പൂൺ അളവിലാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഉപ്പെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 അയല മീൻ ഇതുപോലെ ഒന്ന് വരഞ്ഞ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് 2ആയിട്ട് കട്ട് ചെയ്ത് ഇടണമെങ്കിൽ അങ്ങനെ ചേർക്കാം. 2ഓ 3ഓ പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്തിടാം. അപ്പോൾ ഞാനിത് മുഴുവനോടെ ചേർത്തുകൊണ്ടാണ് വരഞ്ഞ് ചേർത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഒരു 3 പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മീനൊന്ന് വേവിച്ചെടുക്കണം. അടച്ച് വെച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10-12 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ മീനെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. ഏകദേശം ഒരു 12 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മീൻ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. മീൻ തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അത് തവിയിട്ട് ഇളക്കരുത്. ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് വെച്ചാൽ മതി. മീൻ നമ്മൾ തിളപ്പിക്കുമ്പോൾ തീ കൂട്ടിയിട്ട് തിളപ്പിക്കരുത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് തന്നെയാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഈ സമയത്ത് ഉപ്പെല്ലാം നോക്കുക, കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ എനിക്ക് ഉപ്പ് പാകത്തിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഉപ്പ് ചേർക്കുന്നവരൊക്കെ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അവസാനമായിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു നുള്ള് ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ പൊടിച്ചതൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ കൂടി പോകരുത്, കഴിക്കും കറി. വളരെ കുറച്ച് മതി, ഒരു നുള്ള് മതി. ഇനിയിപ്പം ഉലുവ പൊടി ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ അതങ്ങ് ഒഴിവാക്കിക്കോളൂ, കുഴപ്പമില്ല. നല്ലൊരു ഫ്ലേവറിനാണ് അവസാനം നമ്മൾ ചേർക്കുന്നത്. ഒരു തണ്ട് കറിവേപ്പിൻ്റെയും കൂടി ഇതുപോലെ വിതറിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കിയിടാം. പിന്നീട് ഇത് അടച്ച് വെച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് എപ്പോഴും കഴിക്കുന്നതാണ് ഇങ്ങനെയുള്ള മീൻ കറികളുടെ ടേസ്റ്റ് കേട്ടോ. പറ്റുമെങ്കിൽ 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുന്നതാണ് നല്ലത്. ആ എരിവും പുളിയൊക്കെ നല്ല രീതിയിൽ തന്നെ മീനിൽ പിടിക്കും. അപ്പോൾ ഞാനൊന്ന് അടച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട, നമ്മൾ അത്യാവശ്യം എരിവുണ്ട് എങ്കിലും നമ്മൾ കശ്മീരി മുളക് പൊടി ചേർത്തുകൊണ്ടാണ് ഇത്രയും കളറായിട്ട് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളൊന്ന് തുറന്ന് കാണിക്കുകയാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അടുത്തതായിട്ട് നമുക്ക് ഒരു തുള്ളി എണ്ണ പോലും ഇല്ലാണ്ട് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 അയല മീൻ ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മസാല ആദ്യം തന്നെ തയ്യാറാക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് ഉലുവ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുടംപുളിയുടെ വെള്ളമാണ്. നമ്മൾ 1-2 പീസ് കുടംപുളി കുറച്ച് ഒന്ന് കഴുകിയ ശേഷം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചാണ്. അതിൽ നിന്ന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ആ മസാല പേസ്റ്റ് നന്നായിട്ട് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു വെള്ളം ഒഴിക്കുമ്പം നമ്മുടെ പ്രത്യേകിച്ച് വെളിച്ചെണ്ണയൊന്നും ഇല്ലാണ്ട് തന്നെ ചെയ്തെടുക്കുന്ന മീൻ ഫ്രൈക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുറേശ്ശെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ആ മസാല തയ്യാറാക്കി പിന്നീട് ആ മീനിലേക്ക് നല്ല രീതിയിലൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. സമയമുണ്ടെങ്കിൽ കുറച്ച് നേരം ഈ ഒരു മീനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്യാം. അതല്ല അപ്പോൾ തന്നെ ഫ്രൈ ചെയ്യണമെങ്കിലും അപ്പോൾ തന്നെ ഫ്രൈ ചെയ്യാം. ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ദോശക്കല്ല് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ദോശക്കല്ല് നല്ല രീതിയിൽ തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് വാഴയിലയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വാഴയില ഒന്ന് കീറിപ്പോവാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ ദോശക്കല്ലിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തീർത്തും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. എന്നാലും ആ ഇലയൊന്ന് കീറിപ്പോവാതിരിക്കാനാണ് ഞാൻ ഇതുപോലെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് വാഴയില ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. വാഴയിലയിൽ പ്രത്യേകിച്ച് എണ്ണ തടവേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് കഴുകി ഇങ്ങനെ വെച്ചാൽ മതി. ഇനി നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഒരു ഫ്ലേവറിനായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേറൊരു വാഴയില എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം. ഇനി ഇതൊരു മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കുക. നല്ല ടൈറ്റായിട്ടൊന്ന് അടച്ചു കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ഈ ഒരു സൈഡൊന്ന് വേവിച്ചെടുക്കണം. തീ കൂട്ടിയിടരുത്, ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ വാഴയിലേക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് അത് കരിഞ്ഞൊന്നും പോയിട്ടില്ല. അതിപ്പം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അടിയിലൊക്കെ ഉണ്ടാവും, മസാലയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു സൈഡും നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം.
അപ്പോൾ ഇതാ കണ്ടോ, നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഒരു സൈഡായിട്ടുണ്ട്, മറ്റേ സൈഡും കൂടി ഒന്ന് വെന്ത് വന്നോട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഈ ഭാഗത്ത് കുറച്ച് കറിവേപ്പിനെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡ് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. അപ്പോൾ നമ്മൾ 2 സൈഡും ഒരു 5 മിനിറ്റ് വീതം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. കണ്ടല്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട്. ഇനി അതൊന്ന് മൊരിഞ്ഞ് വരണം. ഇനി നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് 2 സൈഡും ഒന്ന് ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കുറേ സമയം എടുക്കില്ല, ഒരു 2-3 മിനിറ്റ് വീതം 2 സൈഡും തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഈ സമയത്ത് നമ്മൾ ആ തവി വെച്ചിട്ട് അതിൻ്റെ മുകളിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമുക്ക് എത്രത്തോളം അത് മൊരിഞ്ഞ് വരണം ആ ഒരു രീതിയിൽ നമുക്കൊന്ന് മൊരിച്ചെടുക്കാം. ഒട്ടും തന്നെ എണ്ണയൊന്നും കയറിയിട്ടില്ല. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രിസ്പി ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. 2 സൈഡൊന്നും ഒട്ടും നമ്മൾ എണ്ണ താഴ്ത്ത് ഒഴിച്ചതുകൊണ്ട് ഇല ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ ഈസിയാണ്. ഒരു തുള്ളി എണ്ണ ചേർക്കാണ്ടാണ് നമ്മൾ ഈ മീൻ ഫ്രൈ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നാളികേരപ്പാലോ ഒന്നും ചേർക്കാണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മീൻ കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കൂടി തരാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം കേട്ടോ. താങ്ക് യു.